സൺലൈറ്റിന് എവിടെടാ? സോണി മോനെ, നിന്റെ ഈ കിടുതാപ്പൊക്കെ ചവിട്ടിക്കേറ്റാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഇത്രയും നാള് വരാതിരുന്നത് വേണ്ടാന്ന് വെച്ചിട്ടാ. ഇതിപ്പോ നീയായിട്ടാ എന്നെ ഇവിടെ വരുത്തിയിരിക്കുന്നത്. പറയടാ. എനിക്കറിയില്ല സാർ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നിന്നെക്കാളും വലിയ കളികൾ കണ്ടും കളിച്ചും തന്നെയാ ഞാൻ ഇവിടം വരെ വന്നിട്ടുള്ളത്. പൊന്നു മോനെ, മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കരുത്. എനിക്കറിയില്ല സാർ, എനിക്ക് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. എത്തിയാൽ ഉടനെ ഞാൻ പറഞ്ഞു വെച്ചേക്കാം. എന്നൊന്നും ചെയ്യരുത് പ്ലീസ്, പ്ലീസ്. കുറെ ഗുണ്ടകള് നിന്നോടുകൂടെ ചേർത്താ പറഞ്ഞത്. ഈ സലേട്ടൻ എവിടെ പോയി കിടക്കുക? സല്ലേട്ടാ, ഇറങ്ങി പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോകണ്ടേ? ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. നിങ്ങളുടെ ഭാര്യയും മറ്റവനും കൂടി സോണിച്ചന്റെ മോളിൽ കയറി നിറങ്ങിട്ട് പോയി. ആ വീട് മൊത്തം അടിച്ച് പൊളിച്ചു. സല്ലേട്ടൻ വന്നേ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ പോയാ അവനെ അവളെ ഒരുമിച്ച് ആ ഫ്ലാറ്റിൽ നിന്ന് പിടിക്കാം. എന്റെ കൂടെ ഒന്ന് വന്നാ മതി. സല്ലേട്ടാ, ഇത്രയായിട്ട് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ സൺലൈറ്റിന്. ഒന്നും എനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ മോളെ പഠിപ്പിക്കാനും നല്ല രീതിയിൽ വളർത്താനും വേണ്ടിയിട്ടായിരുന്നില്ലേ? ഞങ്ങളുടെ ഒരു നല്ല കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലേ? അച്ഛനെങ്ങനെ ഇവിടെ? അതേടാ, അച്ഛൻ തന്നെയാടാ. നിനക്ക് വേണ്ടാത്ത, നിനക്ക് ഇഷ്ടമല്ലാത്ത നിന്റെ അച്ഛൻ. സനൽ, നിങ്ങളെ പോലീസിൽ ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഭാര്യ ശത്രുവായെങ്കിൽ, കൊള്ളരുതാത്തവളായെങ്കിൽ, അതിനു മുമ്പ് മാഷ് നിങ്ങളെ ശത്രുവാവണമായിരുന്നു. കാരണം എല്ലാം ഈ വക്കീൽ പറഞ്ഞതനുസരിച്ച് മാഷിൻ്റെയും കൂടെ തീരുമാനമായിരുന്നു. സനൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കടബാധ്യതകൾ തീർക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ലല്ലോ. സനലേതായാലും സ്വയം പിടികൊടുക്കാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ വക്കീൽ പറയുന്ന തീരുമാനത്തിലേക്ക് പോകുന്നതാവും കല്യാണി നല്ലത്. ഓക്കെ കിഷോർ. സനൽ, നിന്നോടത്ത് സന്തോഷകരമായ ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടാണ് കല്യാണി ഈ ദുരിതങ്ങളെല്ലാം സഹിച്ചത്. എല്ലാം വെറും തെറ്റിദ്ധാരണകളായിരുന്നു. ഇനിയെങ്കിലും അവളെ വിഷമിപ്പിക്കരുത്. ഞങ്ങളെല്ലാം കൂടെയുണ്ട്. സല്ലേട്ടാ, ഇതൊന്നും വിശ്വസിക്കരുത്. ഐ നീഡ് മൈ മണി ബാക്ക്. എനിക്ക് എന്റെ പണം പലിശ അടക്കം കിട്ടണം. എന്റെ കയ്യിൽ പണമില്ല. അതെനിക്ക് തരാതെ കണ്ണും വെട്ടിച്ച് നടക്കുന്നവരെ എന്നെ പിടിച്ചെടുക്കാനുള്ള ആൾബലമൊന്നും എനിക്കില്ല. പ്ലീസ്, എന്നെ വിശ്വസിക്കേ. ഒരു പെണ്ണിനെ ചൂണ്ടിക്കാട്ടി ഞങ്ങളെ ട്രാപ്പിലാക്കാന്ന് കരുതിയല്ലേ? ഈ ഡോക്യുമെന്റ്സ് അതിനുള്ള മറുപടി പറയും. നിന്റെ കൈകൊണ്ട് നീ ജാമ്യമായി തന്ന രേഖകൾ. നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു സോണി. ഗുഡ് ബൈ. പിന്നെ കല്യാണി എന്ന പെണ്ണിനെ കണ്ട് ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ പൊക്കിയിരിക്കും. അതിന് നിന്റെ സഹായം എനിക്ക് വേണ്ട. വാടാ. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ രണ്ടാളും കൂടെ മോളെയും കൂട്ടി വീട്ടിലേക്ക് വരണം. ഓക്കെ സാർ. ശരി കിഷോറേട്ടാ. ബൈ. വാടാ, പോവാം.
മീറ്റ് മൈ ഫ്രണ്ട് ഹമി യൂസുഫ്. സ്വാമിയുടെ കെയർ ഓഫ് പറഞ്ഞ് ഹമി അവിടെ എത്തും. സോ ഡീൽ. ദ ഗെയിം സ്റ്റാർട്ട്സ് ഫോർ യു കല്യാണി. ഓക്കെ സാർ. Fine, boy, fine. Oh, let's go. Hami bhai, don't you wait. You become a fraud now. No, it's just a rehearsal. നമ്മൾ ഇനി അങ്ങോട്ട് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ റിഹേഴ്സൽ. Let's go. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഗുഡ് ലക്ക്. ശരി. ഹലോ If I come yourself, സെയിൻ. the game starts now. She will be there within seconds. ഓക്കെ. കല്യാണിയും കിഷോറും പറഞ്ഞതിന് പ്രകാരം ഞാൻ ഇക്കഥ ഇങ്ങനെയായിരിക്കും അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഹോട്ടൽ വ്യവസായമൊക്കെ തുടങ്ങുന്നത് നല്ലത് തന്നെ. പക്ഷേ അതെന്താന്ന് വെച്ചാ സ്വാമിക്ക് തീരുമാനിക്കാം. വിവരം എന്തായാലും എന്നെ അറിയിച്ചാൽ മതി. അത്രേ ഉള്ളൂ. സ്വാമിക്ക് വേറെ കണക്കുകൾ സെറ്റിൽ ചെയ്യാനുണ്ടല്ലോ. ഹോട്ടലിന്റെ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ ക്യാഷ് ഷോർട്ടേജ് ആയിട്ടിരിക്കുകയല്ലേ. ആ സാഹചര്യത്തിൽ ഇപ്പോഴെങ്ങനെയാണ് സ്വാമി ക്യാഷ് എടുക്കുന്നത്? കുറച്ച് കഴിയട്ടെ, കുറച്ചുകൂടെ ബിസിനസ് ഒക്കെ ഒന്ന് നന്നാവട്ടെ. അപ്പൊ ശരി, കല്യാണി വന്നേ, ഒരു കാര്യം പറയാം. ഹലോ കിഷോർ ജി. ആ, പ്ലാൻ ചെയ്ത പ്രകാരം പോലീസ് എത്തി റെയ്ഡ് തുടങ്ങി. പക്ഷേ കുറച്ച് പണി പാളി. ആ ഗോഡൌൺ ഡോക്യുമെന്റ്സ് ഒന്നും സോനിയുടെ പേരിലല്ല, കൂടെയുള്ള പാവം മുഖ്താറിന്റെ പേരിലാ. ഡസന്റ് മാറ്റർ, അവന്റെ ക്യാഷ് ഒക്കെ പോയി. ഓക്കെ. My dear friend Hami Yusuf,